ചേച്ചി എവിടെ പോയതാ? ഒന്നുമില്ല. ആ സുരേഷ് കുമാർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയായി. ആളൊരു പാവം. പറയുന്നതുകൊണ്ട് കുഞ്ഞിനെന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ ജനത്തിന് പേടിയും ദേഷ്യവും സങ്കടവും ഒക്കെയാണ്. കാരണം എന്താ, അവിടെ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കൂല. ചേച്ചി, ഇപ്പൊ നരേട്ടന്റെ ഓഫീസ് എല്ലാവരും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു ഓഫീസാ അത്. അതുപോലെ ഉഴപ്പുന്നവരുടെ ഓഫീസും ഇവിടെ ഉണ്ട്. പക്ഷേ പൊതുജനം എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ അതിനെ കുറിച്ച് തർക്കിക്കണില്ല. ആ സുരേഷ് കുമാർ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമം. ഈ ഫയല് പെട്ടെന്ന് ഒപ്പിട്ട് വന്നാലേ ബിസിനസ് നേരെയാവൂ. അതിന് ആ ഫയല് പെട്ടെന്ന് ഒപ്പിട്ട് കിട്ടണം. നാളെ പുള്ളിക്കാരി ഇങ്ങോട്ട് വരും. എന്തിന്? സന്തോഷം പ്രകടിപ്പിക്കാൻ. കാര്യങ്ങൾ വിശദമായിട്ട് നാളെ പറയാം. നരേട്ടാ, ഓഫീസിലൊക്കെ ഫയലുകളെ അത് വേഗത്തിൽ വിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? എവിടെ ഫയൽ തടഞ്ഞു വെച്ചിരിക്കണ? ഇന്ന ഓഫീസിലൊന്നും പ്രത്യേകതയൊന്നുമില്ല. ഉദാഹരണത്തിന് എക്സ് എന്ന ഓഫീസിൽ അവിടെയാണെന്നിരിക്കട്ടെ. ഫയൽ തടഞ്ഞു വെക്കാൻ പല കാരണങ്ങളുണ്ടാവും. ഒരു പൊതുജനത്തിന്റെ അത്യാവശ്യം ആ ഫയൽ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാനൊരു UD ക്ലർക്കാ. എന്റെ കയ്യിലൊരു പേപ്പർ കിട്ടിയാൽ ഞാനത് നോക്കും, എന്ത് ആക്ഷനാ എടുക്കേണ്ടതെന്ന്. കൃഷി വായ്പയെ സംബന്ധിച്ച അപേക്ഷ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേപ്പർ, ആ അപേക്ഷയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആദ്യം പരിശോധിക്കും. അതൊക്കെ പെട്ടെന്ന് ഹാജരാക്കാൻ പാർട്ടിക്ക് എഴുതും. എന്നിട്ട്? അല്ല, നീ എന്തെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഞാനൊരു അപേക്ഷ കൊടുക്കുന്നു, അത് ന്യായമുള്ളതല്ലെങ്കിൽ? ഞാനൊരു UD ക്ലർക്കാ. UD ക്ലർക്ക് ഫയലിൽ നോട്ട് എഴുതണം, ഈ അപേക്ഷ പരിഗണിക്കത്തക്കതായിട്ട് കാണുന്നില്ല എന്ന് ഞാൻ നോട്ട് എഴുതും. അല്ല, എന്തിനാ നീ ഇതൊക്കെ അറിയുന്ന? അയ്യോ സാറ്, അയ്യോ പറഞ്ഞത് വാങ്ങിയിട്ടുണ്ടോ? ഓ നന്നായിരിക്കട്ടെ. ഇനി അങ്ങോട്ട് കിടക്കാൻ ഒരു പാലമായി. ഇനി നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഓഫീസിലെ അപേക്ഷ അതൊന്ന് ഏറ്റ് സാറേ, ഈ ലതാകുമാരി ഏറ്റ്. ഇനി സാർ ഓഫീസിലൊന്നും പോണ്ട, ഇവിടെ വന്നാ മതി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ. ചേടാ, അതിനിടയ്ക്ക് സാറിന് ധൃതിയായ ആരും അടുപ്പത്തിട്ട് ഉടനെ ചോറാവോ സാറേ? ജസ്റ്റ് ടൈം. അല്ല, കുറച്ച് സമയം പിടിക്കുമെന്ന്. ഏതായാലും സാർ അങ്ങോട്ട് ചെല്ലണം, നിക്കണം. സാറേ, സിറ്റിയിലെ കടയിലെ പുതിയ സ്ലിം വാച്ച് ഇറങ്ങിയിട്ടുണ്ട്. വാച്ചേ, ലേഡീസ് വാച്ച്. 1000-600 രൂപ വിലയുണ്ടെന്നാണ് കേട്ടത്. ഒന്ന് കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ എന്റെ പൊന്നെ സാറേ, അത് കൈക്കൂലിയായിട്ടൊന്നും അല്ല, സന്തോഷം, വെറും സന്തോഷം. ഓ ശരി സാറേ, പോയിട്ട്. അയ്യോ പാവ സാറ്. ചേച്ചി ഇത് എവിടുന്നാ? എന്തായാലും സാരി ആകാശമൊന്നും പൊട്ടി വീടില്ലെന്ന് കുഞ്ഞിനറിയാമേ. അതാ ചോദിച്ചത്, ആരെങ്കിലും വിൽക്കാൻ ഏൽപ്പിച്ചതാണോന്ന്. വേണ്ടല്ലേ ചേച്ചി, നരട്ട് നിറഞ്ഞാ ഇനി അത് മതി. സാറിനോട് സാരിക്ക് കാശ് ചോദിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം കുഞ്ഞേ, മനസ്സിലാക്കി തരാം. മെനിങ്ങാന്ന് കുഞ്ഞിനെ കാണാൻ വന്നില്ലേ മറ്റേ സുരേഷ് കുമാർ, നരേന്ദ്ര സാറിന്റെ ഓഫീസിലെ ഫയലിന്റെ കാര്യം സംസാരിക്കായി. ആ സുരേഷ് കുമാർ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അയ്യേ, അത് ശരി. അപ്പൊ കൈക്കൂലിയാണല്ലേ? കൈക്കൂലിയ? അയ്യോ, അതെന്തോന്ന് കൂലി? എന്റെ കുഞ്ഞെ, ഇത് കൈക്കൂലിയും കാൽക്കൂലിയും ഒന്നും അല്ല. സന്തോഷം. ഇത് കൈക്കൂലി സാരിയല്ല, സന്തോഷ സാരി. നരേന്ദ്രൻ സാറിനെ കൊണ്ട് ഓഫീസ് കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടി ഒരു പൊതുജനം തന്ന സന്തോഷം. ബാക്കി നമുക്ക് എന്ത് നിരസിക്കാം കുഞ്ഞെ. പക്ഷേ ഒരാള് സന്തോഷം കൊണ്ട് തരുന്നത് നമ്മൾ തട്ടിക്കളയാൻ പാടില്ല, ദൈവം കോപിക്കും. നോക്കട്ടെ, എന്റെ അമ്മോ, ഇതെന്തൊരു മാച്ചിങ്. മിനുമിനാന്നല്ലേ ഇരിക്കണത്. നോക്കട്ടെ, ആ സുരേഷ് കുമാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചുരിദാർ കൂടി കൊണ്ടുവരാൻ. അത് മോശമാണെന്നാണോ? ആ സുരേഷ് കുമാർ അനിയായി ചുരിദാർ കൊണ്ട് വരട്ടെ. ചുരിദാർ കണ്ടിട്ട് പറയാ നല്ലതാണോ മോശമാണോ എന്ന്. ഇന്നലെ സംശയാസ്പദമായ നിലയിൽ ലീലാവതിയുടെ വീട്ടിൽ ഒരാൾ വരുന്നുണ്ട്.
ഞാൻ ജനലിലൂടെ നോക്കിയപ്പോ കണ്ടാ ലീലാവതി എന്തൊക്കെയോ അവ്യക്തമായി പറയുന്ന കേട്ടു. ആ സമയത്ത് എന്നെ വിളിച്ചൊന്ന് പറയണ്ടായിരുന്നു. കയ്യോടെ കണ്ടുപിടിച്ച് തരുമായിരുന്നല്ലോ ആളിന്റെ ഊരും പേരും ഒക്കെ. നാളെ മുതൽ ജാഗരൂകരായിരിക്കണം. സംശയാസ്പദമായ നിലയിൽ ആരെങ്കിലും ഈ പരിസരത്ത് കണ്ടാൽ അപ്പോഴേ ഫോളോ ചെയ്യണം. ഏറ്റുമോളെ, ഞാൻ ഏറ്റുമോളെ. ഇപ്പോഴത്തെ കാര്യമല്ല, ആരെങ്കിലും വരുമ്പോ നമ്മള് വന്നല്ലോ. അയ്യോ, നമ്മുടെ കാര്യമല്ല, വേറെ ആരെങ്കിലും വരുമ്പോഴെന്ന്. എന്താ മോളെ? അയ്യോ അമ്മാവ, ഞാൻ കാല് പിടിക്കാൻ, ഞാൻ ആയുധം വെച്ച് മോളെ, ഈ വിനയമാണ് മോളെ രക്ഷ. ഈശ്വര, എനിക്കെന്നും പറഞ്ഞ് എവിടെ വെച്ചിരുന്നു ഇങ്ങനെ ഒരു അമ്മാവനെ? കരയാതെ മോളെ, അപ്പുറത്തുള്ളവരെ കാണും, നമുക്ക് അകത്ത് പോയിട്ട് കരയാം. അയ്യോ, വന്നേ അമ്മാവ, വന്നേ. ഹോ, ഈ മതില് കണ്ടുപിടിച്ച ഏത് മതില് കണ്ടുപിടിച്ചോമാരെ എന്റെ കയ്യിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ കാലേ പിടിച്ച് നിലത്തടിച്ചാനെ ഞാൻ. അപ്പുറത്തെ വീട്ടിൽ എന്തുവാ നടക്കുന്നെന്ന് അറിയാൻ പറ്റാതെ മനുഷ്യനൊരു മറയം സൃഷ്ടിച്ചോടങ്ങ് നിൽക്കുമല്ലയോ? അമ്മാവന്താ, ഈ ടെറസിലൂടെ കേറി അവിടുത്തെ സൺഷെയ്ഡിൽ പോയി തന്ത്രപരമായി നിരീക്ഷിക്കണം. അയാൾ എന്ത് പൊതിയാണ് കൊണ്ടുവന്ന് കൊടുക്കണോന്നറിയണമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ അങ്ങ് ഇടിച്ചു കയറാം. കാര്യങ്ങൾ രഹസ്യമായി നോക്കി കാണുമ്പോഴേ എന്താണെന്ന് കൃത്യമായി അറിയാൻ പറ്റൂ. അതെ അതെ അതെ, മനസ്സിനൊരു സംതൃപ്തി. അമ്മ കേറിയേ, ഞാൻ താങ്ങിക്കോളാം. അമ്മോ, കണ്ടാ ഇത്ര വെയിറ്റ് ഇല്ലല്ലോ. അമ്മാവൻ എന്തോ ഇരുമുണ്ടയാന്നോ തിന്നുന്നേ? ചെടി അവിടെ നോട്ട്, പാവായിനൊന്നും ചെയ്യില്ലേ? ചാട്, അമ്മാവാ, അമ്മാവാ, ഓടി വാ, തിരിച്ചു കേറാൻ. എന്താ ആരാ? എങ്ങനെയും രക്ഷപ്പെടി, ഞാൻ പോണ്. ആരോടെ? എന്തമ്മാവാ? കാലൊന്നു തെറ്റി. കുട്ടി വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഡോണ്ട് വറി, ഡോണ്ട് വറി. ഓ, എനിക്കെല്ലാം മനസ്സിലായി. രഹസ്യം ചോർത്താൻ വന്നതാണേ. അയ്യോ പാവം. ഒരു ചട്ടിയും കൂടെ കയ്യിലെടുത്തോ മാമ, നല്ല ഇമേജ് ആയിരിക്കും. എനിക്കൊന്നും പറ്റിട്ടില്ല കുട്ടി, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തമ്മാവാ? അല്ല, ലോകത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ, ആത്മഹത്യക്ക് തുല്യമായ അവസ്ഥ എന്താണെന്ന് കുട്ടിക്ക് അറിയാവോ? കുഴിയിലേക്ക് കാല് നീട്ടി ഇരിക്കുമ്പോ പിരിയിളക്കം വരുന്ന അവസ്ഥ. ആ അവസ്ഥയാണോ? കുട്ടി, എന്നെ കുത്തി നോവിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇഷ്ടപ്പെട്ട ആളിന്റെ മുന്നിൽ വെച്ച് കാല് തന്നെ തറയെ വിടുന്ന അവസ്ഥ. ഗുരുതരമായ അപകടമാണെങ്കിൽ സഹതാപമായിരിക്കും കിട്ടുക, പക്ഷെ കാല് തന്നെ വീഴുക, വലിയ മുറിവൊന്നും പറ്റാതിരിക്കുക, പലരും ആ രംഗം കണ്ടു നിൽക്കുക. ഓ, ഭീകരമായ ഒരു അവസ്ഥയാണത്. 7 ജന്മം നമ്മൾ ചെയ്ത പാപം ആ ഒരു ഒറ്റ സംഭവത്തോടെ മാറിക്കിട്ടും. ഞാൻ വീണ വീഴ്ച അതേപോലെ ഒരു വീഴ്ചയായിരുന്നു. ഉള്ളിൽ കരച്ചിലായിരുന്നു കുട്ടി, കരച്ചിൽ. പിറകെ നടന്നാ ഇനിയും കരയേണ്ടി വരും അമ്മാവാ. ബസ് സ്റ്റാൻഡിൽ നല്ല വേഷത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാഹനം ഓടി വന്ന് ചെളിതെറിപ്പിച്ചിട്ട് കടന്നു പോകുക. എന്റെ കുട്ടി കോട്ടും സൂട്ടും ഇട്ട് വരുമ്പോൾ തലയിൽ കാക്ക കാഷ്ടിക്കുക. അപ്പോഴൊക്കെയുള്ള വേദന. കുട്ടി, 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 എന്റെ അഭ്യാസം കണ്ടോ? കുട്ടി കണ്ടില്ല. എന്റെ ദൈവമേ, എന്നെ എന്തിനിങ്ങനിട്ട് പരീക്ഷിക്കുന്നു? അയ്യോ, അയ്യോ, അമ്മോ. വയലറ്റ് കളർ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ആണുങ്ങൾക്ക് നിറം ഒന്ന് സെലക്ട് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ, അതുകൊണ്ടാണ് കളറിനൊരു വാട്ടം വന്നത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കറക്റ്റ് വയലറ്റ് എടുത്തോണ്ട് വരെ. അയ്യോ ചേച്ചി, ഇതൊക്കെ നരേട്ടൻ അറിഞ്ഞാൽ. സാരിയുടെ കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. ഓ പിന്നെ, സാരി എന്ന് പറയുന്നത് ഉമ്മാക്കിയല്ലേ അങ്ങ് പേടിയാവാൻ. എന്റെ കുഞ്ഞേ, ഇത് കൈക്കൂലിയല്ല. ഞാൻ പറഞ്ഞില്ലേ, സന്തോഷം, വെറും സന്തോഷം. കൈക്കൂലിയായിട്ടാണെങ്കിൽ നമ്മളിത് കൈ കൊണ്ട് തൊടുവോ? ഇതിപ്പോ സന്തോഷം. സന്തോഷം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. അങ്ങനെ ഗുരു കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സന്തോഷമായിട്ട് തരുന്നത് വാങ്ങാം അല്ലേ? പിന്നല്ലാതെ. ഒരു അത്യാവശ്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ നേരത്തെ വരത്തില്ല. അതെ അതെ. അമ്മ വരുന്നുണ്ട്, റെഡി.
അമ്മ കൂടെ നിന്നോണേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞില്ലേ നരേന്ദ്രൻ എന്താ വരുന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ അതാരാ? അത് അല്ല, മറ്റേ ആട് നരേന്ദ്രൻ അല്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? ഏതെന്ന്? അല്ല, ലീലാവതി ലത ചേച്ചി നരേന്ദ്രനും അല്ല നരേന്ദ്രനെ പോലെ ഒരാളും കൂടി ചിരിച്ചു വർത്താനം പറഞ്ഞ് രസിക്കുന്ന കണ്ടേ. അപ്പൊ എനിക്കും തോന്നി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അത് മനസ്സിലായില്ല. എനിക്കെല്ലാം മനസ്സിലായി. ചുമ്മാ ഇരിക്കാം, ചുമ്മാ പറയുന്ന നിങ്ങൾ കാര്യം പറയുന്നേ. ഒന്നുമില്ല, നരേന്ദ്രനെ പോലെ ഒരാള് ഞങ്ങൾക്ക് ഷോക്കായി പോയി. പക്ഷെ ചിരിയുടെ കാര്യം ഒന്നുമില്ല. നരേന്ദ്ര പൊക്കോളൂ. നരേന്ദ്ര അമ്മാവാ. നരേന്ദ്ര പൊക്കോളൂ. നരേന്ദ്ര. ഓ അമ്മാവാ ജോളി. വേണ്ട വിട്ടേരെ പ്രായം കഴിഞ്ഞു വന്നേ. ഇപ്പോഴെങ്ങും നമ്മൾ നരേന്ദ്ര സാറിനോട് റെക്കമെൻഡ് ചെയ്യണ്ട. 1-2 ഐറ്റങ്ങൾ കൂടി വരാനുണ്ട്. പറഞ്ഞത് അറിയാലോ. 1-2 ദിവസം കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ആരാ വന്നത്? ഞാൻ അതല്ല, ഇവിടെ ആരാ വന്നതെന്ന്. ഇവിടെ ആരാ ഇപ്പൊ ആരാ എവിടെ? അപ്പുറത്തെ വീട്ടിലെ സതി പറഞ്ഞല്ലോ ആരോ വന്നെന്ന്. പാലുകാരൻ ശിവൻ. പാലേരൻ ശിവൻ പൈസക്ക് വന്നത്. പാലിന്റെ പൈസ കൊടുത്താണല്ലോ. പൈസ കൊടുത്തു. എപ്പോ കൊടുത്തു? ഞാൻ കൊടുക്കാനുള്ള പൈസ. ചേച്ചി കൊടുക്കാനുള്ള പൈസ. ചേച്ചി കൊടുക്കാനുള്ള പൈസ. എന്ത് സാറേ? ശരി, ചായ എടുക്ക്. ചേച്ചി, നരേട്ടനോട് ഞാനങ്ങ് പറയട്ടെ? ഏയ് വേണ്ട, വരട്ടെ. പിന്നൊരു കാര്യം, അപ്പുറത്തെ അവര് സാധിക്കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാനും ശ്രദ്ധിച്ചോളാം. ആ ലത ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒന്നും വ്യക്തമായി പറയുന്നില്ലല്ലോ അമ്മാവാ. ആ കുട്ടിക്ക് ഒറ്റപ്പെട്ടവരുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള മനസ്സില്ല സതിമോളെ. എന്തോ പാഴ്സലുകളായി ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. എന്റെ ബലമായ സംശയം കള്ളപ്പണമാണെന്നാണ്. വരുന്നാൾ വീട്ടിനകത്ത് കയറുന്നില്ല. അപ്പ കള്ളപ്പണം തന്നെയാ. വരുന്നമ്മാവ. മിസ്റ്റർ നരൻ, താങ്കൾ ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിലുണ്ടായിരുന്നു. എന്നെ പോലെ ഒരാൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കണ്ടു. അതല്ലേ പറയാൻ കണ്ടോ അപ്പം കുഞ്ഞിനും കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഞാനേ ഡബിൾ റോള്. എന്തോന്ന്? ഡബിൾ റോള്. ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ കണ്ട ചിരിക്കുന്ന മനുഷ്യ അത് ഞാൻ തന്നെയാ. ആ സമയത്ത് ഞാൻ ഓഫീസിലുണ്ടായിരുന്നു. അടുത്ത ആഴ്ച മുതൽ ഞാൻ ട്രിപ്പിൾ റോള്. പോട്ടെ. ശരി. അത് ശരി. അപ്പൊ അങ്ങനെ വരട്ടെ കേട്ടോ സതിമോളെ. നമ്മള് തെറ്റിദ്ധരിച്ചതാ. എന്റെ ദൈവമേ, ഇതിനെ എനിക്കെന്നും പറഞ്ഞ് എവിടെ വച്ചിരുന്ന എന്റെ അമ്മാവൻ. മിണ്ടായിരിക്കാമാവാ. അല്ല സതിമോളെ, നമുക്കൊരു കാര്യം ചെയ്താലോ? സുഗുണിനെ പിടിച്ചാലോ? അതിനാ സുഗുണന്റെ കയ്യിൽ ഇരട്ടി പൊതിക്കെട്ടിക്കൊണ്ടല്ലേ നടക്കുന്നേ. ഈശ്വര, ടോട്ടൽ കൺഫ്യൂഷൻ ആയല്ലോ. വന്നേ, നാണം കെട്ടു. ഞാൻ ട്രിപ്പിൾ റോളാ, ഡബിൾ റോളാ. മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി, നിனைப்பவனே മാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി. ചേട്ടത്തി, ചേട്ടത്തിക്ക് പറയാവോ ഇതെന്താണെന്ന്? എന്താ? ഓറഞ്ച് മുന്തിരിപ്പഴം. ഇനി ചോദിക്കണം ഇതെവിടെ നിന്നാണെന്ന്. എവിടുന്നാ? സുരേഷ് കുമാർ വാങ്ങിച്ചു തന്നത്. അയ്യോ, കുറച്ചഴി പോയല്ലോ. വരട്ടെ, അങ്ങനെ നാളെ വരട്ടെ. ഇതിന്റെ വാട്ടവും പലിശയും ചേർത്ത് നാളെ വീട്ടാം. അല്ല സുഗുണ, ആഹാര സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അതൊന്നും ഒട്ടും മോശമല്ല. അന്നം എന്ന് പറഞ്ഞാലേ ദൈവമാണ്, ദൈവം. അന്നം കൊടുക്കുന്നതും വാങ്ങുന്നതും ദൈവിക പ്രവൃത്തിയാണ്, ദൈവിക പ്രവൃത്തി. അല്ല, നല്ല ആപ്പിള് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് വാങ്ങിപ്പിക്കാം. സുരേഷ് കുമാർ സാറിനെ കൊണ്ട് നാളെ വാങ്ങിപ്പിക്കാം. ആപ്പിൾ ഒരു 5 കിലോ വാങ്ങിപ്പിക്കാം. 5 കിലോയോ? പിന്നല്ലാതെ 5 കിലോ എങ്കിൽ ഇല്ലാതെ പിന്നെ എന്തുവാ ആപ്പിള്? അടുത്ത ആഴ്ചയോടെ ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, അത് ഏറ്റനിയാ ഏറ്റ്. ഇന്നും ബുധനോട് ബുധൻ 8,
വേഴ 9, വെള്ളി 10, അടുത്ത വെള്ളിയാഴ്ച 10-ാം ദിവസം. ആ ഫയലിന്റെ കാര്യം ദേ റെഡി മടിമുണ്ടക്കയം. അത് മതി മേഡം ചേച്ചി ഏറ്റാ മതി. അപ്പോ സൂട്ട് കേസ് ഏത് കളർ വേണമെന്നാ പറഞ്ഞേ? ചെവല എന്താ? ചുവപ്പ്, ചുവന്ന കളറ്, നല്ല ഡാർക്ക് റെഡ് അല്ല, ഒരല്പം ബ്രൗണിഷ് ആയ. സംഘടിപ്പിക്കാം. നല്ല കളർ നോക്കി സെലക്ട് ചെയ്യണേ. പിന്നെ സൂട എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടും. അയ്യോ വാങ്ങിച്ചു കൊടുക്കാൻ നിക്കല്ലേ. ആവശ്യമുള്ളത് ഞങ്ങൾ പറയും. ഞങ്ങളെ കൊണ്ടുവന്നാ മതി. അപ്പോൾ ചെല്ലു ശരി. പാവം. അയ്യോ സർക്കാർ ആഫീസ് കൊണ്ട് ആൾക്കാർക്ക് ഉപകാരം ഇല്ലെന്ന് പറയുന്ന ചുമ്മയാണ്. വാ നമുക്ക് അകത്തുകൊണ്ടേ നോക്കാം.